ഞാനും എൻ്റെ അമ്മായിയമ്മയും അല്ലേ, എല്ലായിടും കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അമ്മായിയമ്മ അമ്മായിയപ്പൻ ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ എൻ്റെ അമ്മായിയമ്മയുടെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം ക്യാരക്ടറാണ്. ഞാൻ ഇതുവരെയും കേട്ടിട്ട് പോലും ഇല്ലാത്ത തരത്തിലുള്ള ക്യാരക്ടറിൻ്റെ ഉടമയാണ് എൻ്റെ അമ്മായിയമ്മ. ഞങ്ങൾ തമ്മിലുള്ള ഒരുപാട് വാക്ക് തർക്കങ്ങൾ ഉണ്ടാവാനുണ്ട്. എന്നുവെച്ചാൽ പ്രധാനമായിട്ടും ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് ആ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത് ഈ പ്ലാസ്റ്റിക് കത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. കാരണം ഹരിതകർമ്മസേന ഇപ്പോൾ ഉണ്ടല്ലോ, അപ്പോൾ എല്ലാ മാസവും 50 രൂപ വെച്ച് കൊടുക്കും. പക്ഷേ എൻ്റെ അമ്മായിയമ്മ ഒരു പ്ലാസ്റ്റിക് കവർ പോലും ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കാറില്ല. ഞാൻ എന്ത് ചെയ്യും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം പേർക്ക് കെട്ടി ഒരു കവറിലാക്കി കെട്ടിവയ്ക്കും. നമ്മൾ കൊടുക്കാൻ വേണ്ടി ചെന്ന് നോക്കുമ്പോൾ ആ കവർ കാണില്ല. എന്താ കവർ എന്ത്, അത് ഞാനെടുത്ത് കത്തിച്ച്. എന്നാലോചിച്ച് നോക്കിയേ, ഇതാണ് എൻ്റെ അമ്മായിയമ്മയുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കലും ഇതുപോലെ ഹസ്ബൻഡ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്കൊരു കടയുണ്ട്. അപ്പം അവിടെ കൊണ്ടുപോയി ഇട്ടാൽ അവിടെ നിന്നും ഇവർ വന്ന് എടുക്കും. അവിടെ നമ്മൾ പൈസ കൊടുക്കണം. അപ്പോൾ ഞാനൊരു പ്രാവശ്യം ഇതുപോലെ കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് തലേദിവസം രാത്രിയിൽ ഞാൻ എല്ലാം കെട്ടി കൊണ്ടുവന്ന് ടേബിളിൽ കൊണ്ടുവച്ചിട്ട് പറഞ്ഞു, നാളെ കടയിൽ പോകുമ്പോൾ കൊണ്ടുപോയി അവിടുത്തെ കൂടെ ഇട്ടേക്കണേ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ കിടന്ന് പിറ്റേ ദിവസം രാവിലെ ചെന്നപ്പം ഈ കവറും കാണുന്നില്ല, കെട്ടും കാണുന്നില്ല, ഒന്നും കാണുന്നില്ല. അപ്പോൾ ഹസ്ബൻഡ് അവിടെ ഉണ്ട്. ഞാൻ ചോദിച്ചു, ഇവിടെ നിന്ന് കെട്ടെന്തേ? അത് ഞാനെടുത്ത് കത്തിച്ചു. അത്രയും പ്ലാസ്റ്റിക് കത്തിച്ചു. അപ്പം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ചുമ്മാതാണോ, ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഒരാളൊരു കാര്യത്തിന് വേണ്ടി എടുത്തു വെച്ചിരിക്കുന്നതാണ്, അത് അവരോട് പോലും ചോദിക്കാതെ അവരവരുടെ ഇഷ്ടപ്രകാരം അങ്ങ് എടുത്തുകൊണ്ട് പോകുക. അത് ഒരു നല്ല കാര്യത്തിനാണെങ്കിൽ ഓക്കെ. എനിക്കാണെങ്കിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഈ പ്ലാസ്റ്റിക്, അല്ലെങ്കിൽ ഈ കുറേ തുണിയൊക്കെ പഴയ തുണിയൊക്കെ വാരിയിട്ട് കത്തിക്കുക. ഇപ്പം അപ്പുറത്ത് തയ്ക്കുന്ന ഒരു കൊച്ചുണ്ടായിരുന്നു, അതിപ്പോൾ ഇവിടെ ഇല്ല. അപ്പോൾ അവളിങ്ങനെ തുണി ഇങ്ങനെ കത്തിക്കും, ഈ വെട്ട് കഷ്ണമെല്ലാം കൂടെ. അപ്പം ഞങ്ങൾക്ക് നന്നായിട്ട് സ്മെല്ലെടുക്കും. ഞാൻ അപ്പോൾ അവളെ വിളിച്ച് പറയും, എടാ എനിക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറയും. കാരണം എന്താണെന്നറിയത്തില്ല, എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ പ്ലാസ്റ്റിക്കിൻ്റെ കത്തിക്കുമ്പോഴുള്ള സ്മെല്ല്. പെട്ടെന്ന് അത് എൻ്റെ നാവിലൊക്കെ ഇങ്ങനെ ഒരു തരിതരിപ്പ് പോലെ വരും. അതുപോലെ തന്നെ തലവേദന, ഒരു വല്ലാത്തൊരിത്, നമുക്കൊരു റിയാക്ഷൻ എന്നൊക്കെ പറയുന്നത് പോലുള്ള ഒരു വല്ലാത്തൊരവസ്ഥയാണ്. ആ തലവേദന മാറാൻ പാടാണ് പിന്നെ കുറേ നേരത്തേക്ക്. അപ്പോൾ ആ ഒരു അവസ്ഥയാണ്. അപ്പം ഇവിടെ എന്താണ്, നമ്മൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് അതിന് വേണ്ടിയിട്ട് വെളിയിൽ കൊണ്ടിട്ട് അതെല്ലാം കൂടെ കത്തിച്ച് അത് അവർക്ക് കൊടുക്കരുതോ. അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ അമ്മായിയുമായിട്ട് വാക്ക് തർക്കം ഉണ്ടാക്കാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത്, വലിയൊരു കാരണമെന്ന് പറയുന്നതാണ്. അത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണ്. ആ ഒരു സ്റ്റേജാണ് എൻ്റെ അമ്മായിയമ്മയായിട്ടുള്ളത്. ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാവാറുണ്ട്. നമ്മൾ പക്ഷേ അതും വിചാരിച്ചുകൊണ്ട് അങ്ങനെ ഇരുന്നിട്ടൊന്നും കാര്യമില്ല. അവരങ്ങനെയൊക്കെ കാണിക്കും, പലതും കാണിക്കും. കാരണം അവരുടെ ജീവിതം ഏകദേശം തീരാറായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് എല്ലാ അമ്മായിയമ്മമാരുടെ മനസ്സിൽ കാണും. ചില അമ്മായിയമ്മമാരുണ്ട്, മരുമക്കളൊരു നല്ല കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കും. ചിലയിടത്ത് ഇത് നേരെ തിരിച്ചായിരിക്കും, മരുമക്കളായിരിക്കും എല്ലായിടത്തും കത്തിക്കുന്നത്. അമ്മായിയമ്മമാരെന്ത് ചെയ്യും, എല്ലാം സൂക്ഷിച്ച് വെച്ച് ഹരിതകർമ്മസേനയ്ക്കൊക്കെ കൊടുക്കും. എൻ്റെ അമ്മയൊക്കെ അങ്ങനെ ഇവിടെ വന്ന് എന്നെ നോക്കുന്ന സമയത്തും അങ്ങനെ തന്നെയായിരുന്നു. എല്ലാം പാൽ കവറൊക്കെ എല്ലാം വൃത്തിയാക്കി കഴുകി, എല്ലാം വൃത്തിയായിട്ട് കഴുകി അഴുക്കെല്ലാം കളഞ്ഞ് എല്ലാം എടുത്ത് വെക്കും. എന്നിട്ട് ഇവർക്ക് കൊടുക്കുക. അമ്മ അങ്ങനെ ഫോളോ ചെയ്യുന്നത്. കാരണം അമ്മ പറഞ്ഞത്, എന്തിനാ ഈ പ്ലാസ്റ്റിക് കത്തിച്ചിട്ട് ആ സ്മെല്ലും കൂടെ ശ്വസിച്ച് ഇല്ലാത്ത അസുഖം വരുത്തുന്നത്, അങ്ങനെ ഒരു ക്യാരക്ടറാണ്. എൻ്റെ അമ്മായിമ്മ നേരെ തിരിച്ചാണ്. അതാണ് ഞങ്ങൾ തമ്മിലുള്ള ഒരു വാക്ക് തർക്കത്തിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത്.